മുർഷിദാബാദിലെ ബെൽദങ്കിൽ ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദിൻ്റെ മാതൃകയിൽ ഒരു മസ്ജിദ് നിർമ്മിക്കാനുള്ള ഒരു ശിലാസ്ഥാപനമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു പണികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ പറയുന്ന ഹുമയൂൺ കബീർ. ഹുമയൂൺ കബീറിനെ സംബന്ധിച്ച് ഹുമയൂൺ കബീർ ലക്ഷ്യമിടുന്നത് ഒരു മുസ്ലിം പാർട്ടിയായിട്ട് വളരുക എന്നുള്ളതാണ്. തൻ്റെ ജനതാ ഉന്നയൻ പാർട്ടിയെ ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറ്റുക, ബംഗാളിലെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുസ്ലിം സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വൈകാരിക വിഷയം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ബാബറി മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാബറി മസ്ജിദിൻ്റെ അതേ മാതൃകയിൽ ഒരു പള്ളി ബംഗാളിൽ നിർമ്മിക്കാനുള്ള ആ ഒരു തീരുമാനം വലിയ തോതിൽ ഒരു പോളറൈസിങ് ഇഷ്യൂ ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് മമതയെ ശരിക്കും ഭയപ്പെടുത്തുന്നത്. കാരണം ഹിന്ദു ഏകീകരണത്തിനുള്ള ഒരു സാധ്യത ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുമാത്രമല്ല മുസ്ലിം വോട്ട് ബാങ്ക്, തൻ്റെ ലോയൽ മുസ്ലിം വോട്ട് ബാങ്ക് ബംഗാളിലെ 27% വരുന്ന അല്ലെങ്കിൽ അതിലധികം വരുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ ഈ പറയുന്ന പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക തൃണമൂൽ കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ പോലും ഒവൈസിയെ പോലെയോ അല്ലെങ്കിൽ AUDFനെയൊക്കെ പോലെ ഒരു വോട്ട് കട്ടർ പാർട്ടിയായിട്ട് മാറുമോ എന്നുള്ളൊരു ആശങ്കയും വളരെ സജീവമായി തന്നെ മമതാ ബാനർജിക്ക് മുമ്പിൽ നിൽക്കുകയാണ്.